കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ തർക്കം മുറുകുന്നു. തോമസ് ഉണ്ണിയാടന് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് MLA ഹോസ്റ്റലിൽ പ്രതിഷേധം. LDF 9 സീറ്റ് തൃശ്ശൂർ നേടിയപ്പോൾ UDF ലഭിച്ച 4 സീറ്റിലൊന്ന് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ജയിച്ച ഇരിങ്ങാലക്കുടയാണ്. അതും മിന്നുന്ന വിജയം 10,212 വോട്ടുകൾക്കാണ് സിറ്റിംഗ് MLA മിനിസ്റ്ററുമായിരുന്ന R ബിന്ദുവിനോട് തോൽപ്പിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മന്ത്രിസ്ഥാനം തോമസ് ഉണ്ണിയാടന് കിട്ടണം. മകന് സീറ്റ് കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമില്ല. ഞങ്ങൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. കേരള കോൺഗ്രസിൻ്റെ സീനിയർ MLA ആണ്, 4 വട്ടം MLA ആയിട്ടുള്ള അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മന്ത്രിസ്ഥാനം കൊടുക്കണം. കാരണം ഇരിങ്ങാലക്കുട എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തോമസ് ഉണ്ണിയാടന് വേണ്ടിയിട്ട് ഈ സംസാരിക്കുന്നത്. 2 മന്ത്രിമാരെന്ന ആവശ്യത്തിൽ നിന്ന് ജോസഫ് വിഭാഗം പിന്നോട്ടില്ല. ചർച്ചകൾ പൂർത്തിയായിട്ടില്ലെന്നും നാളെയും തുടരുമെന്നും പാർട്ടി ചെയർമാൻ PJ ജോസഫ് പറഞ്ഞു. തീർന്നിട്ടില്ല. ഷിബു ബേബി ജോണും CP ജോണും മന്ത്രിസ്ഥാനം ഉറപ്പിക്കുമ്പോൾ അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും മന്ത്രിസ്ഥാനം നൽകുന്നതിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ചർച്ചകൾ തുടരുകയാണെന്ന് അനൂപ് ജേക്കബ് അറിയിച്ചു. ഡിസ്കഷൻ നാളെയുണ്ട്, നാളെയും കൂടി ഡിസ്കഷൻ ഉണ്ട്. അതിനുശേഷം ഫൈനലൈസ് ആവും. ഇല്ല, അതിനെക്കുറിച്ച് ഡിസ്കഷൻ നാളെയും കൂടി ഉണ്ട്. നാളത്തെ ഡിസ്കഷൻ കൂടി കഴിഞ്ഞിട്ട് പറയാം. കാര്യത്തിൽ ഡിസ്കഷൻ നാളെയും കൂടി ഉണ്ട്, നാളെയും കൂടി ഡിസ്കഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് പറയാം. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിനു, ചർച്ചകൾ അവസാനിക്കുന്നില്ല, നാളെയുമുണ്ട്. ഘടകകക്ഷികൾക്കിടയിൽ കല്ലുകടി ഉണ്ട് എന്നുള്ളത് സത്യമാണല്ലേ? തീർച്ചയായും സമവായത്തിലെത്തി എന്നുള്ള ചില ആവശ്യങ്ങളൊക്കെ തന്നെ UDF നേതാക്കൾ ഉന്നയിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ അത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ തന്നെ നടത്തുമ്പോഴും UDF-നകത്ത് മന്ത്രിസഭയെ ചൊല്ലി വലിയ രീതിയിലുള്ള തർക്കം ഉടലെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഘടകകക്ഷികളെ പോലും സമവായത്തിൽ എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി UDF-ന് ഇതുവരെയുമായിട്ടില്ല. നാളെ 2 മണിക്ക് ഗവർണർക്ക് അന്തിമമായിട്ടുള്ള ഒരു പട്ടിക നൽകുമെന്നുള്ളതാണ് AICC ജനറൽ സെക്രട്ടറി, AICCയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ദീപാദാസ് മുൻഷി മാധ്യമങ്ങളോട് അപ്രതികരിച്ചത്. പക്ഷേ ഈ 2 മണിക്ക് മുമ്പ് ഘടകകക്ഷികളെ ഇനി ഒരു പകുതി പകൽ മാത്രമാണുള്ളത്. ആ സമയത്തേക്കും അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ലീഗിനെ സമവായത്തിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല, PJ ജോസഫ് വിഭാഗത്തിന്, കേരള കോൺഗ്രസിനെ സമവായത്തിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല, അനൂപ് ജേക്കബിനെ സമവായത്തിൽ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം തന്നെ ഇനി എത്ര സമയമുണ്ട് തീർക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 2 മന്ത്രിസഭാ സീറ്റ് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് PJ ജോസഫ് വിഭാഗം. ഒരു മന്ത്രി, ഒപ്പം ഒരു ചീഫ് വിപ്പ് എന്നീ സ്ഥാനങ്ങൾ കൊടുക്കാമെന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ അത് അംഗീകരിക്കുവാൻ വേണ്ടി PJ ജോസഫ് വിഭാഗം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും അനൂപ് ജേക്കബും ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. പൂർണ്ണമായിട്ടുള്ള ഒരു മന്ത്രിസ്ഥാനം ലഭിക്കണം, ടേം വ്യവസ്ഥ നടക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ചർച്ചകൾ തുടരും, നാളെയും ആ ചർച്ചകൾ തുടരും. 2 മണിക്ക് മുന്നോടിയായി ഘടകകക്ഷികളെ എല്ലാം തന്നെ അനുനയിപ്പിച്ചുകൊണ്ട് ഒരു അന്തിമ പട്ടിക ഗവർണർക്ക് നൽകാനാകുമെന്നുള്ള പ്രതീക്ഷയാണ്. എന്തായാലും നാളെ ഈ അന്തിമ പട്ടിക തയ്യാറാക്കുക എന്നത് തന്നെയാണ് വലിയ വെല്ലുവിളി. അത് ഈ പറയുന്നതുപോലെ 1 മണിക്ക് മുമ്പെങ്കിലും ആ പട്ടിക തയ്യാറാക്കുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയായി തന്നെ നിൽക്കുന്നുണ്ട്. അത് നാളെ എന്താകും എന്നുള്ളത് നാളത്തെ അപ്ഡേഷനിൽ നമുക്ക് അറിയാനും സാധിക്കും. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.